ബിച്ചാനാണ് നമ്മുടെ ദുബായിലെ ഷെയ്ഖ്. അങ്ങനെ സുഗുവിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി സുഗുവും അറബിയും കൂടി നാട്ടിലേക്ക് വരുന്നതാണ് മരുഭൂമിയിലെ ആന എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബാലു. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ VKP സാറിൻ്റെ മരുഭൂമിയിലെ ആന എന്നുള്ള സിനിമയുടെ ലൊക്കേഷനിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നിൽക്കുന്നു. നമ്മുടെ ഷൂട്ട് നന്നായിട്ട് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് ദിവസം ഷൂട്ട് നമ്മുടെ തുടങ്ങിയിട്ട് ഇതൊരു മരുഭൂമിയിലെ ആന പേര് കേൾക്കുമ്പോൾ നമുക്ക് ഒരു കൗതുകം തോന്നാം. ഒരു മരുഭൂമിയിലുള്ള പുറത്തുള്ള ഒരു വലിയ ഷെയ്ഖ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതും അതിൻ്റെ നാടുമായിട്ടുള്ള കുറേ ബന്ധമുള്ള പരിപാടികളും അതാണ് നമ്മുടെ പടത്തിൻ്റെ മെയിൻ എലമെൻറ്റ്. സോ ബിച്ചാനാണ് നമ്മുടെ ദുബായിലെ ഷെയ്ഖ്. അപ്പോൾ എന്തായാലും ഈ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ത്രെഡാണ്. പടം വളരെ നല്ല രീതിയിൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതെല്ലാം നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, നമ്മൾ അനുഗ്രഹിക്കുക. താങ്ക് യു. ഈ സിനിമയിലെ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സുഗു എന്നാണ്. സുഗു ഒരു ഗ്രാമത്തിലൊരു പാവം പയ്യൻ. സുഗുവിന് ഫിനാൻഷ്യലി കുറച്ച് പ്രശ്നങ്ങൾ വരികയും ആ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരുമ്പോൾ ആള് ദോഹ എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ വെച്ചാണ് സുഗു ഈ അറബിയെ കാണുന്നത്. അങ്ങനെ സുഗുവിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി സുഗുവും അറബിയും കൂടി നാട്ടിലേക്ക് വരുന്നതാണ് മരുഭൂമിയിലെ ആന എന്ന് പറയുന്ന ഈ ഒരു സിനിമ. മരുഭൂമിയിൽ ആന എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ബിജു മേനോനാണ് ഈ ചിത്രത്തിൻ്റെ നായകൻ. പിന്നെ പ്രേമത്തിലെ കൃഷ്ണശങ്കർ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ ബാലു, ലാലു അലക്സ്, അങ്ങനെ ഒരു വലിയ താരനിര ഇവിടെ ഉണ്ട്. ആൻഡ് ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ പേര് പോലെ തന്നെ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള പാക്കേജാണ്. ഫാമിലി എൻ്റർടൈനറാണ്, ഫുൾ ടു കോമഡിയാണ്. തീർച്ചയായിട്ടും ഒരു 2-2.5 മണിക്കൂർ പ്രേക്ഷകരെ രസിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമയാണ്. നിർണായകം പോലെയുള്ള ഒരു സീരിയസ് സിനിമയല്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് മരുഭൂമിയിൽ ആന, അതായത് മരുപ്പച്ച, മരുഭൂമിയിൽ കാണുന്ന ഒരു ചെറിയ പച്ച, ഒരാശ, അതാണ് ഇതിൽ ആന, മരുഭൂമിയിൽ ആന എന്ന് പേരിടാൻ കാരണം. പിന്നെ ഒരു ആനയുടെ ഒരു സ്വഭാവം, അതായത് അങ്ങനത്തെ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ട് മരുഭൂമിയിൽ ആന എന്ന് പേരിടാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം മരുഭൂമിയിലൊരു വരുപ്പച്ച എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു വകഭേദം, അതാണ് മരുഭൂമിയിൽ ആന. താങ്ക് യു. നമസ്കാരം, ഞാൻ രതീഷ് വേഗ. VKPയുടെ കൂടെ ഞാനിപ്പോൾ ഈ ചിത്രത്തിൽ മരുഭൂമിയിലെ ആനയിൽ 4ാമത്തെ ചിത്രത്തിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സൈലൻസിന് ശേഷമാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നല്ല പാട്ടുകൾ ചെയ്യാൻ അവസരം ഉണ്ടായ സിനിമയാണ് ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഡയറക്ടർ VKP ആയിരുന്നു. അതുപോലെ തന്നെ YV രാജേഷ് ഏട്ടൻ, അദ്ദേഹത്തിൻ്റെ കൂടെയും ഞാൻ സൈലൻസ് എന്ന സിനിമയിൽ VKP, YV എല്ലാം ടീമിൽ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. മമ്മൂക്കയുടെ സിനിമയായിരുന്നത്. ഇപ്പോൾ ബിജു ഏട്ടൻ്റെ കൂടെ ആദ്യമായിട്ടാണ് എനിക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ബിജു ഏട്ടൻ ഹീറോ ആയിട്ട് വരുന്ന ഈ സിനിമയിൽ. അതുപോലെ തന്നെ ഡേവിഡ് കാച്ചപ്പള്ളി പ്രൊഡക്ഷൻസ്. നല്ല പാട്ടുകളും രസകരമായ മുഹൂർത്തങ്ങളും കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു സിനിമയാണ് മരുഭൂമിയിലെ ആന. ക്ലീൻ ഫാമിലി എൻ്റർടൈനറാണ്. എന്തായാലും എല്ലാവരും കാണണം. താങ്ക് യു.